Good morning, everybody. Today we are going to discuss about the brief description of +1 ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. +1 ഇംഗ്ലീഷിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ചെറിയ വിവരണം അല്ലെങ്കിൽ ഒരു ഷോർട്ട് സമ്മറി, അതുപോലെ തന്നെ ആ ചാപ്റ്ററിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദർ ആർ 6 യൂണിറ്റ് ഇൻ അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ 6 യൂണിറ്റാണുള്ളത്. ആ 6 യൂണിറ്റിലും ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതും എത്ര മാർക്കിന് വീതമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഈ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ബ്രീഫ് കണ്ടൻറ്റ്, ഒരു ചുരുങ്ങിയ രൂപം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. ഒരു നോൺ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റൽ ചെറിയൊരു പ്രിസ്ക്രിപ്ഷൻ അനക്ഡോട്ടാണിത്. അബ്രഹാം ലിങ്കൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പയറബിൾ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് ഒറേറ്റർ ആവാനുള്ള നിമിത്തം എങ്ങനെയാണ്, ആ ഒരു ഇൻസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. അബ്രഹാം ലിങ്കൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഡെന്നിസിനെയും അവരെ ഒരു സ്പീച്ച് കേൾക്കാനിടയായതും ആ സ്പീച്ചിന് നല്ലൊരു റിപ്ലൈ കൊടുക്കാനുണ്ടായ സംഭവത്തെക്കുറിച്ച് പറയാണ്. ഈ ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ഇതുവരെ ചാൻസ് ഉണ്ടായിട്ടില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ പ്രൊഫൈൽ ഓഫ് അബ്രഹാം ലിങ്കൻ. അബ്രഹാം ലിങ്കൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് തന്നിട്ട് അല്ലെങ്കിൽ ഹിൻസ് തന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പ്രൊഫൈൽ എഴുതാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല, കാരണം പ്രൊഫൈൽ എഴുതാൻ നമുക്കറിയാവുന്നതാണ്. പ്രൊഫൈലിലെ ഹിൻസ് ഉപയോഗിക്കുക, കൂടാതെ പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുക, പിന്നെ V1 V2 ഇതൊക്കെ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ ഓർഡർ അനുസരിച്ച് എഴുതുക, ബ്രാക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, പ്രിപ്പോസിഷൻസ് ചേർക്കുക, അതുപോലെ ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട കൺജങ്ഷൻസ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം എഴുതി വെക്കാൻ. നൗ ലെറ്റ് us സ്റ്റഡി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവർ ഫസ്റ്റ് സ്റ്റോറി. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ലിയാമോ ഫ്ലഹേർട്ടി, an Irish writer. ലിയാമോ ഫ്ലഹേർട്ടി എഴുതിയിരിക്കുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇറ്റ് പ്രസൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. എന്തിനെക്കുറിച്ചാണ് അത് പറയുന്നത്? സെൽഫ് കോൺഫിഡൻസിൻ്റെയും സെൽഫ് റിലയൻസിൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച്. വട്ട് ഈസ് ദ മെസ്സേജ്? ദറ്റ് ഈസ് ദ ടു അക്വയർ സെൽഫ് കോൺഫിഡൻസ്, the importance of self-confidence and self-reliance. In short summary, though his brothers and sisters had already flown away, a young seagull was reluctant to fly. It is the story of a young seagull who was afraid to fly. ഒരു കടൽക്കാക്കയുടെ സ്റ്റോറി, പറക്കാൻ മടിക്കുന്ന ഒരു കടൽക്കാക്കയുടെ കഥയാണ്. അവൻ്റെ സിബ്ലിങ്സ്, അതായത് 2 ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫോൺ അവേ. അവരെല്ലാവരും ആദ്യം തന്നെ പറന്നു പോയി. പക്ഷേ യങ് സീഗലിന് പറക്കാൻ പേടിയാണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഹിസ് പാരൻസ് ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ് ടു മേക്ക് ഹിം ഫ്ലൈ, ബട്ട് ഹി പ്രിറ്റൻഡഡ് ടു സേ ഈസ് in his rough, dirt-caked nest. Hunger and heat troubled him to following the day. അവൻ്റെ പാരൻസ് അതുപോലെ അവൻ്റെ മദർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവനെ. പക്ഷേ അവന് ലൈഫിൽ പേടി കാരണം അവൻ എന്ത് ചെയ്യുന്നില്ല, പറക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ പ്രിറ്റൻഡ് ചെയ്യാണ്, കാരണം അവൻ്റെ റഫായിട്ടുള്ള ആ ഡേർട്ട് നെസ്റ്റ് കൂട്ടിൽ തന്നെ അവൻ കിടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ 24 hours സ്റ്റാർവിങ് ആയത് കാരണം ആ ഒരു ഹങ്കറും അതുപോലെ തന്നെ ചൂടും, നേരം വെളുക്കുമ്പോഴുള്ള ആ ഒരു ചൂടും അവനാകെ പ്രശ്നത്തിലേക്ക് മാറ്റുകയാണ്. He had watched his parents flying about his brothers and sisters. The other children were taught the art of flying. They were taught to skim the waves and dive to fish. The young seagull only watched it standing on a rock. All the morning, the whole family had walked about on the big plateau on the opposite cliff. They laughed at the cowardice of the young seagull. ഈ യങ് സീഗലിന്
പാരൻസ് അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് ആണ്, അതായത് പറക്കുന്നതിൻ്റെ കലകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നന്നായിട്ട് പറക്കാനും അതുപോലെ തന്നെ സ്കിം ചെയ്യാനും ഡൈവ് ഫോർ ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്യാനൊക്കെ അവർ നന്നായിട്ട് പഠിച്ചു. പക്ഷേ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യങ്സീഗൽ ഓൺ ദ ക്ലിഫ്. എവിടെയാണ് യങ്സീഗൽ നിൽക്കുന്നത്? ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ ക്ലിഫ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക ഒരു ബിഗ് പ്ലാറ്റോ അല്ലെങ്കിൽ ഒരു പ്രസിപ്പൈസിലാണ് യങ്സീഗൽ നിൽക്കുന്നത്. അവരുടെ ഈ യങ്സീഗലിൻ്റെ കോഡേഴ്സ് ആ ഭീരുത്വത്തെ പരിഹസിക്കുകയാണ് അവൻ്റെ സിബ്ലിങ്സും അതുപോലെ തന്നെ ഫാദറും. ദ സൺ ബിക്കെയിം വെരി ഹോട്ട് ഓൺ ദ ലെഡ്ജ്. പിറ്റേ ദിവസം 24 hours കഴിഞ്ഞപ്പോഴേക്കും ആ ലെഡ്ജിൽ വളരെയധികം ഹോട്ടായി. ദി ഫെൽറ്റ് ഹീറ്റ്. അവന് സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ചൂടായി. ആൻഡ് ഹാഡ് നോട്ട് ഈറ്റൺ എനിത്തിങ് സിൻസ് ദ പ്രീവിയസ് നൈറ്റ്. കാരണം 24 hours ഹി വാസ് സ്റ്റാർവിങ്. ഹീ സെർച്ച്ഡ് ഫോർ ഫുഡ് എവരിവെയർ. അവൻ ഫുഡിന് വേണ്ടി എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഹീ ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽ സ്റ്റീൽ. അവസാനം ഒരു അയിലയുടെ വാലാണ് അവന് കിട്ടുന്നത് അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദ ലെഡ്ജ്. ഹീ ഈവൻ ട്രൈഡ് ടു ഡ്രൈഡ് പീസ് ഓഫ് എഗ് ഷെൽ. അതുപോലെ തന്നെ അവൻ്റെ തന്നെ എഗ് ഷെല്ലിൻ്റെ ഡ്രൈഡ് പീസും കാർന്ന് തിന്നാൻ തുടങ്ങി. നെയ്വ്, ചിലപ്പം എക്സാമിൽ ചോദിക്കാൻ നെയ്വ് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്ന വേറെ വേർഡ്സ് ചോദിച്ചിട്ട് ച്യൂ ചെയ്യുക അല്ലെങ്കിൽ കാർന്ന് തിന്നുക എന്നാണ്. ബട്ട് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. പക്ഷെ അവനും അവൻ്റെ പാരൻസിൻ്റെയും ഇടയ്ക്ക് ഒരു വൈഡ് ക്രാക്ക് ഉള്ളത് കാരണം തന്നെ ഹീ കുഡ് നോട്ട് റീച്ച് ദർ. അവനെ അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല. സോ ഹീ പ്രിട്ടൻഡ് ടു ബി ഫോളിങ് എ സ്ലീപ്പ്. ഉറങ്ങുന്നത് പോലെ അവൻ അഭിനയിക്കുകയാണ്. ഹിസ് പാരൻസ് ടുക്ക് നോ നോട്ടീസ് ഹിം. എന്നിട്ടും അവൻ്റെ പാരൻസ് അവനെ ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ഫാദർ എന്താ ചെയ്യുന്നത്? ഹി വാസ് പ്രീണിങ് ദ ഫെതേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. ക്ലീൻ ചെയ്യാണ് ഫെതേഴ്സൊക്കെ. അതുപോലെ തന്നെ മദർ ചെയ്യുന്നത് ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റോ. അവിടെ ആ പ്ലേറ്റോയിലുള്ള സമതലത്തിലുള്ള ഉയർന്ന ഭാഗത്ത് നിന്നിട്ട് ലുക്കിംഗ് അറ്റ് ദി യങ്സീഗലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ സ്റ്റോർ എ പീസ് ഓഫ് ഫിഷ് അറ്റ് ഹെർ ഫീറ്റ്. അവർ ചെയ്യുന്നൊരു കാര്യം കൂടിയുണ്ട്. അവൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് അവർ ഫിഷ് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ദ യങ്സീഗൽ. ഈ ഫുഡിൻ്റെ സൈറ്റ് കണ്ടപ്പോൾ തന്നെ യങ്സീഗലിന് ആകെ ഭ്രാന്ത് പിടിച്ചു. ഷീ പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഫ്ലൂ ടുവേർഡ്സ് ഹിം. അവർ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ദെൻ യങ്സീഗലിൻ്റെ അമ്മ, അതായത് മദർ സീഗൽ, ഒരു പീസ് ഫിഷ് എടുത്ത് അവൻ്റെ നേരെ പറക്കുകയാണ്. ഹി ട്രൈഡ് ടു ഗെറ്റ് നിയറർ ഹെർ. അങ്ങനെ തൊട്ടടുത്ത് എത്താറായപ്പോൾ തന്നെ ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം ഷീ ഹോൾട്ടഡ് ദർ ഇൻ ദി എയർ. ആ സ്പേസിലാണ് നിൽക്കുന്നത്. ഹെർ ലെഗ്സ് ആൻഡ് വിങ്സ് വെർ മോഷൻലെസ്. ദ പീസ് ഓഫ് ഫിഷ് വാസ് ഓൾമോസ്റ്റ് വിത്തിൻ ദ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. ഏകദേശം അവൻ്റെയും അതുപോലെ തന്നെ അമ്മയുടെയും ആ ഫിഷ് കൊക്കിൻ്റെ അടുത്ത് എത്താറായി എന്ന് കണ്ടപ്പോൾ അമ്മ ആ എയറിലിങ്ങനെ മോഷൻലെസ് ആയിട്ട് നിൽക്കുകയാണ്. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ആൻഡ് ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. കുറച്ച് നേരം ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ക്ഷമ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ക്ഷമയില്ലാത്തത് കൊണ്ട് വേഗം ഫിഷിൻ്റെ നേരേക്ക് ചാടി. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഇൻ ടു സ്പേസ്. ഹി വാസ് ടെറിഫൈഡ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ഹിസ് ഹാർട്ട് ഫ്രോസൺ. അങ്ങനെ കുറച്ച് നേരം അവൻ ആകെ പേടിച്ചു. കാരണം ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് നേരം പേടിച്ചു. സ്പേസിൽ ഇങ്ങനെ ഹാർട്ടൊക്കെ ആകെ ഫ്രോസായി. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡിങ് ഔട്ട്വേർഡ്സ്. കുറച്ച് നേരം നീണ്ടുള്ള ആ പേടി. പിന്നെ അവൻ്റെ ചിറകുകൾ വിടർത്തി. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ദി വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. ഹീ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സ്നോർഡ് അപ്വേർഡ്സ്. അങ്ങനെ പതുക്കെ സോർ ചെയ്യാൻ തുടങ്ങി. ആകാശത്തിലേക്ക് ഉയർന്ന് പറക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. ഹിസ് പാരൻസ് സിബ്ലിങ്സ് ജോയിൻഡ് ഹിം ഇൻ ഫ്ലൈയിങ്. അവൻ പറക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ പാരൻസും അവൻ്റെ സഹോദരങ്ങളൊക്കെ അവനോടൊപ്പം കൂടുകയാണ്. ഹി ഡ്രോപ്പ്ഡ് ഇൻ. അവൻ പറന്നു. കുറച്ച് ദൂരം അമ്മയോടൊപ്പം തന്നെ പറന്നു. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹി ഡ്രോപ്പ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. നേരത്തെ പേടിച്ച ആ ഗ്രീൻ സീൻ്റെ തൊട്ട് മുകളിലൂടെ ഇപ്പോൾ അവൻ പറക്കുന്നത്. ഹിസ് ലെഗ് സാങ്ക് ഇൻ ടു. അവൻ വെള്ളത്തിലൊന്ന് തൊട്ടതോടു കൂടി തന്നെ അവൻ്റെ ലെഗ് സാങ്ക് ഇൻ ടു ദ ഡീപ്പ്. ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് സാങ്ക് ചെയ്യാണ്, മുങ്ങിപ്പോവാണ്. ഹി സീംഡ് വിത്ത് ഫിയർ. അവൻ ആകെ പേടി തോന്നി. സ്ക്രീം ചെയ്യാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ആൻഡ് ട്രൈഡ് ടു റൈസ് അഗെയിൻ. അവിടുന്ന് വീണ്ടും എണീക്കാൻ വേണ്ടി ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ചിറകടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. ഹി കുഡ് നോട്ട് റൈസ് ആസ് ഹി വാസ് എക്സോസ്റ്റഡ് ബൈ ഹിസ് സ്ട്രേഞ്ച് എക്സസൈസ്. അവൻ ചെയ്യുന്ന ഈ എക്സസൈസ് കാരണം, അവന് പരിചയമില്ലാത്തൊരു എക്സസൈസാണ്. അവൻ ആകെ ടയേർഡാണ്. മോർ ഓവർ ഹി വാസ് വെരി ഹംഗ്രി. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ. പക്ഷെ അവൻ്റെ കാല്
പച്ചക്കടലിലേക്ക് താണുപോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്, എൻ്റെ വയറിങ്ങനെ വെള്ളത്തിൽ തട്ടിക്കൊണ്ട് നിന്നു. ആൻഡ് ഈ സാങ്ക് നോ മോർ, ഇപ്പോൾ അവൻ ശരിക്കും മുങ്ങുന്നില്ല, പകരം എങ്ങനെയാണ്, ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വാട്ടർ, ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകി നടക്കുകയാണ്. അറൗണ്ട് ഹിം ഹിസ് ഫാമിലി, അവന് ചുറ്റും അവൻ്റെ ഫാമിലി അവനെ പ്രൈസ് ചെയ്തുകൊണ്ടുണ്ട്. ആൻഡ് സ്ക്രീം വിത്ത് ജോയ്, അവർക്കൊക്കെ വളരെയധികം ഹാപ്പിയായി. ദസ് ഹി മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അങ്ങനെ യങ് സീഗൽ അതിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് അവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, വളരെ വിജയകരമായി തന്നെ കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ പിന്നിലുള്ള മോട്ടീവായിരുന്നു ഹിസ് മദർ. വിത്ത് ദ മോട്ടിവേഷൻ ഓഫ് ഹിസ് പാരൻസ് ഹി കുഡ് ഫ്ലൈ, അവനങ്ങനെ പറക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിന്ന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ആദ്യം ചെറിയൊരു പാസേജ് അല്ലെങ്കിൽ 1-2 സെൻറ്റൻസുകൾ തന്നു കഴിഞ്ഞിട്ട് അതിന് താഴെ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന്ന് ആൻസർ ചെയ്യാനാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ അതല്ലെങ്കിൽ അതിലെ റൈറ്ററെ കുറിച്ചോ ആയിരിക്കാം. അപ്പോൾ ഈ പാസേജ് അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ നിന്നും ഏതെങ്കിലും 2-3 സെൻറ്റൻസ് തന്നിട്ട് എടുത്തെഴുതാൻ പറഞ്ഞു. ഹു ഈസ് ഹി റെഫേർഡ് ഹിയർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റുന്ന ആൻസറാണ് ദ യങ് സീഗൽ. ഹു ഈസ് ഷീ റെഫേർഡ് ഹിയർ എന്ന് തന്നിട്ടാണെങ്കിൽ ദ മദർ സീഗൽ. ഈ 2 ക്യാരക്ടേഴ്സേ ഇതിനകത്തുള്ളൂ. പിന്നെ ഹു ഈസ് ദ റൈറ്റർ ഓഫ് ദ സ്റ്റോറി, ലിയാമോ ഫ്ലഹട്ടി. ഇനി ഇതിന് ചോദിക്കാൻ ചാൻസ്, അതായത് കഴിഞ്ഞ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മാർച്ച് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരുന്നു. ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാസേജ്, ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. Then a monstrous terror seized him, dash, his heart stood still. He could hear nothing, dash, it only lasted a moment. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രാക്കറ്റിനകത്ത് ബട്ട്, ദെൻ, ആൻഡ്, മോറോവർ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് ഫസ്റ്റ്, then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. ഇങ്ങനെയാണ് ആൻസർ വരിക. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ടെക്സ്റ്റിലുള്ള അതേ സെൻറ്റൻസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ 3 മാർക്കിൻ്റെയും ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പാസേജ് ആയിട്ടാണ് ചോദിക്കുന്നത്. റീഡ് ദ ഫോളോവിങ് എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു മോഡലിൽ ചോദിക്കാം. അതിലൊരു പാസേജ് തന്നിട്ടുള്ളത്, ദ സൈറ്റ് ഓഫ് ദി ഫുഡ് മാഡൻഡ് ഹിം, ഹൗ ഹി ലവ്ഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, scraping his beak now and again to wet it. He uttered a low cackle, his mother cackled too and looked at him. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, why did the sight of the food madden him? അതിൻ്റെ ആൻസർ, ഹി വാസ് സ്റ്റാവിങ് ഫോർ എ ലോങ് ടൈം. എന്തുകൊണ്ടാണ് ആ ഫുഡിൻ്റെ സൈറ്റ് അവനെ ഭ്രാന്ത് പിടിപ്പിച്ചത്? കാരണം എന്തായിരുന്നു? 24 hours ഹി വാസ് സ്റ്റാവിങ്, അല്ലേ? ഒരുപാട് നേരം അവൻ സ്റ്റാവിങ് ആയിരുന്നു, സോ പട്ടിണിയായിരുന്നു. സോ ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ബേർഡ് ഈസ് ആപ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ? ഇങ്ങനെ പട്ടിണിക്കിടുക എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയ്ക്ക് യോജിച്ചതാണോ എന്ന്, ഈ അമ്മയുടെ ഈ പ്രവൃത്തി ഇതിന് യോജിച്ചതാണോ എന്നാണ് ചോദിക്കുന്നത്. ഗിവ് എ റീസൺ, അതിനൊരു കാരണം കൊടുക്കാൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, കാരണം അമ്മ വെറുതെ പട്ടിണിക്കിട്ടതല്ല, അല്ലേ? ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മദർ ബേർഡ് ഈസ് ആപ്റ്റ് ഫോർ ദ സിറ്റുവേഷൻ ബിക്കോസ് അമ്മയുടെ ആവശ്യം എന്തായിരുന്നു? ഷീ കുഡ് ഹെൽപ്പ് ഹിം ടു ഓവർകം ഹിസ് ഫിയർ എന്നുള്ള സംഭവം. അതായത് യങ് സീഗലിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പേടിയാണ്, ഫിയറാണ്. ആ ഫിയർ ഓവർകം ചെയ്യുക എന്നുള്ളതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അതെങ്ങനെ? ഓൺലി ബൈ ഫോഴ്സിങ് ഹിം ടു ഫ്ലൈ, അതുകൊണ്ടാണ് പറക്കാൻ നിർബന്ധിക്കുന്നത്. ദസ് ഷീ കുഡ് മേക്ക് ഹിം സെൽഫ് കോൺഫിഡൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. അതിലൂടെ ആ പക്ഷിക്ക് സെൽഫ് കോൺഫിഡൻറ്റ് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ സ്വയം പര്യാപ്തയാവുകയും ചെയ്യും. അപ്പോൾ പറക്കൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ പറക്കാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇവിടെ അമ്മ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല അമ്മ ചെയ്തത്. ഇനി അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് നെറേറ്റീവായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഇതിന് ചോദിക്കാറുണ്ട്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ഒരു നെറേറ്റീവാണ്, കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കുക. ഇൻ ദി സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ റൈറ്റർ ടെൽസ് us about the first victory in the life of the young seagull. The helping hand of the maiden flight was extended by his mother. Have you not received such a support in your life too?
നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. കാരണം ഇവിടെ യങ്സീകളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ ഫസ്റ്റ് സക്സസ്സിന് കാരണമായത് ആരാണ്? അമ്മയാണ്. കാരണം അമ്മയുടെ ആ ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ സക്സസ്ഫുൾ ആകാൻ സാധിച്ചത്. അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ഫ്രം യുവർ മദർ, അമ്മയിൽ നിന്നും കിട്ടിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഒരു നറേഷൻ. ഒരു എക്സാമ്പിൾ നറേറ്റീവായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പാരൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ മേക്കിംഗ് ദെയർ ചിൽഡ്രൻ കോൺഫിഡൻറ്റ്. കാരണം അതിൻ്റെ ആൻസർ ഞാനൊരു സാമ്പിൾ ആൻസർ ഇവിടെ എഴുതി വെക്കാം, ശ്രദ്ധിക്കാം. പിന്നെ അനദർ ക്വസ്റ്റ്യൻ സെപ്റ്റംബർ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Liam Flaherty's first flight make the reader think about the kind of support given by parents to make their children self-reliant and self-confident. After reading the story, you decide to communicate your feelings to your friends abroad. Draft an email to send your friend to. അപ്പോൾ ഫ്രണ്ടിന് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണത്. അതും പാരൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇത് ഇമെയിൽ അയക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ സ്റ്റോറിയെക്കുറിച്ച് ഒരു ഏകദേശം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഐ ലേൺ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാമോ ഫ്ലഹർട്ടി. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൽ. ഈവൻ ദോ യങ് സീഗൽ was encouraged by its parents, it was reluctant to fly. They tried their level best to pursue to fly. Finally, they succeeded in their attempt. This story stresses the importance of the role played by the parents in making their children self-confident and self-reliant. We must understand that our parents scold, get angry, and sometimes punish us for our well-being. Their aim is to motivate us. Please read the story and enjoy it എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇമെയിൽ അയക്കേണ്ടത്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ടു ആർക്കാണോ അയക്കുന്ന അയാളുടെ മെയിൽ ഐ ഡി കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക, താഴെ ലവിങ്ലിയോ സിൻസിയർലിയോ കൊടുത്ത് അഡ്രസ്സും കൊടുക്കുക. അങ്ങനെയാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് വരുന്നത്. അതുപോലെ ഇതിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹാഡ് സിമിലർ എക്സ്പീരിയൻസ് ഓഫ് യങ് സീഗൽ. യങ് സീഗലിൻ്റെ അതേപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം വിവരിക്കാൻ വേണ്ടി പറയാം. അതുപോലെ ഒരു നറേഷൻ ചോദിക്കാം, യങ് സീഗലിൻ്റെ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യനും ഇതിന്ന് ചോദിക്കാം. ഇതാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പഠിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ പാരൻസിൻ്റെ റോള്, പിന്നെ ടു മോട്ടിവേറ്റ് ദ ചിൽഡ്രൻ അല്ലെങ്കിൽ സപ്പോർട്ട് ദ ചിൽഡ്രൻ എന്നുള്ള രീതിക്കുള്ളത് ക്വസ്റ്റ്യനും പഠിച്ചു വയ്ക്കുക. അതുപോലെ ഒരു 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഫെയിലർ ഈസ് ഫെയ്റ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട് സെയ്സ് വിൻസ്റ്റൺ ചർച്ചിൽ. നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ കൊടുത്തുള്ള കോട്ടിംഗ് ആണിത്. ഫെയിലർ ഈസ് ഇൻഡീഡ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ്. ദ യങ് സീഗൽ സ്റ്റോറി ടീച്ചേഴ്സ് ആസ് their this prepare write up highlighting this view based on your reading story. His first flight എന്നുള്ള സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഈ ഒരു കോട്ടിംഗ് ലൈനിനെ ആസ്പദമാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എഴുതി വെച്ചാൽ മതി. കാരണം യങ് സീഗലിൻ്റെ സിറ്റുവേഷൻ ആദ്യം ഫെയിലർ ആയിരുന്നു, പിന്നീട് സക്സസ് ഇൻ ഹിസ് അറ്റംപ്റ്റ് എന്നുള്ളതായി മാറി. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. Now let us study I Will Fly, written by APJ Abdul Kalam. It was a speech delivered by Dr. APJ Abdul Kalam, the former president and distinguished aerospace scientist of India. APJ Abdul Kalam ആരാണെന്നൊക്കെ അറിയാലോ, മുൻ ഇന്ത്യൻ പ്രസിഡന്റും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം ഹൈദരാബാദിൽ നടത്തിയ ഒരു സ്പീച്ചിൻ്റെ ഭാഗമാണിത്. In that speech he tells us that in the past, the youth contributed much of the benefit of the world today in many fields. Today, the youth does not have to fear about the future. The ignited mind of the youth is the most powerful resource on the earth. The previous year, he inaugurated a program called Shastrayan, which was meant for the propagation of science. It was to ensure the preparation of about 2,000 families, 2,000 students from the different schools to become engineers, doctors, scientists, and qualified managers and civil servants. This would in turn empower 2,000 families in the villages. അതായത്
ഈ APJ അബ്ദുൽ കലാം പറഞ്ഞ യുവാക്കൾ ലോക പുരോഗതിക്കായിട്ട് ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. കാരണം ഇന്നത്തെ യുവാക്കൾക്ക് യാതൊരു പേടിയുമില്ല അതിനെക്കുറിച്ച്. അവർക്ക് അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ഹാവ് എൻ ഇഗ്നിറ്റഡ് മൈൻഡ്. അവർക്ക് എന്തുണ്ട്? കത്തിജ്വലിക്കുന്ന മനസ്സാണുള്ളത്. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ വിഭവം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സാണ്. കലാം തൻ്റെ അനുഭവം വിവരിച്ചു പറയാണ്, കഴിഞ്ഞ വർഷം അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നടത്തിയ ശാസ്ത്രയാൻ എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ നല്ല എഞ്ചിനീയർമാരാക്കുക, സയൻറ്റിസ്റ്റ് ആക്കുക, ഡോക്ടേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ 2000-ഓളം കുടുംബങ്ങളെയാണ് ഇത് ശാസ്ത്രീകരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 5000 ഓഡിയൻസിനോടാണ് അന്ന് അദ്ദേഹം രാജ്യത്തെ സയൻസ് എംപവർ ചെയ്യിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആ പ്രസംഗത്തിന് ശേഷം ഹി ഗേവ് എ ചാൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. കുട്ടികളോട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അതിൽ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് വേർ റേസ്ഡ് ദെയർ ഹാൻഡ്സ്. ബട്ട് കലാം സെലക്റ്റഡ് ഓൺലി 12 അറ്റ് റാൻഡം വഴിയായിട്ട് കലാം 12 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിലൊരു കുട്ടി ചോദിച്ച വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നത്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. അപ്പോൾ ആരാ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഒരു ടീനേജറാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു വില്ലേജ് ബോയ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹൂ കെയിം ഫ്രം റിമോട്ട് വില്ലേജ്. ഹി സെഡ് ദാറ്റ് ഹി വാസ് നെർവസ്. അദ്ദേഹം ആ കുട്ടി പറയുന്നുണ്ട് അവൻ ആകെ പേടിയാണെന്ന്. കാരണം പബ്ലിക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവന് പേടിയാണ്. അതിന് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കോൺഫിഡൻസ്, അതായത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഹി wanted to become a marine engineer and to travel in a ship as the captain. ക്യാപ്റ്റൻ ആവാനും അതുപോലെ തന്നെ മറൈൻ എഞ്ചിനീയർ ആവാനൊക്കെയാണ് അവൻ്റെ ആംബിഷൻ. ഹി ആസ്ക്ഡ് ഹൗ കുഡ് ഹി ബിൽഡ് എഞ്ചിൻ ഓഫ് ദി ഷിപ്പ് ആൻഡ് ഹൗ കുഡ് ഹി അച്ചീവ് ഹിസ് മിഷൻ. ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അച്ചീവ് ചെയ്യുക എന്നാണ് കലാമിനോട് ആ കുട്ടി ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ദ എൻ്റയർ ഓഡിയൻസ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദി സ്റ്റേജ് ഇൻക്ലൂഡിംഗ് ദി ചീഫ് മിനിസ്റ്റർ ലുക്ക്ഡ് അറ്റ് കലാം വണ്ടറിങ് ഹൗ ഹി would answer the sincere question from the village boy. ഈ വില്ലേജ് ബോയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അദ്ദേഹം ആൻസർ പറയുക അല്ലെങ്കിൽ മറുപടി പറയുക എന്നുള്ള ആ ഒരു സംശയത്തിൽ എല്ലാവരും വളരെയധികം വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. കലാം റിപ്ലൈ ചെയ്യുന്നു ദാറ്റ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഹി ഹാഡ് എവർ റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസ്. അദ്ദേഹം ചോദിച്ചതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ കുട്ടി ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ അദ്ദേഹം പാടിക്കൊടുക്കുന്നത് ത്രൂ എ പോയത്തിലൂടെയാണ്. ഒരു ഐ വിൽ ഫ്ലൈ എന്ന ടൈറ്റിലായിട്ടുള്ള ജലാലുദ്ദീൻ റൂമിയുടെ ഒരു പോയാണ് അദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്നത്. കലാം കണ്ടിന്യൂഡ് ദാറ്റ് എന്നിട്ട് പറയുകയാണ് എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. അദ്ദേഹം യുണീക്ക്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ വിവരിക്കുകയാണ്. The world all around us is doing its best to make us just as everybody else. ലോകം അതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എന്താ പറയുക, നിങ്ങൾ അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ടു ഇമിറ്റേറ്റ് അതേഴ്സ്, അല്ലേ? മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ലോകം നമ്മളോട് പറയാണ്. വീട്ടിലാണെങ്കിൽ വി ആർ ആസ്ക്ഡ് ബൈ അവർ പാരൻസ് ടു ബി ലൈക്ക് ദ നെയ്ബറിങ് ചിൽഡ്രൻ. വീട്ടിൽ നമ്മളോട് അയൽവാസി കുട്ടികളെ കണ്ടുപഠിക്കാൻ പറയുന്നു. സ്കൂളിലാണെങ്കിൽ അവർ ടീച്ചേഴ്സ് ആസ്ക് us ടു ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സിനെ കണ്ടുപഠിക്കാൻ വേണ്ടി പറയുന്നു. അത് എവിടെ ചെന്നാൽ നമ്മളോട് പറയുന്ന ഒരേ ഒരു ചോദ്യം എന്താണ്? ടെൽ us ടു ബി സംബഡി എൽസ് ഓർ എവരിബഡി എൽസ്. ആരെങ്കിലും പോലെ നമ്മൾ ആവണം എന്നുള്ളതാണ്. ബട്ട് വി ഷുഡ് ബി യുണീക്ക്. കലാം എന്താ പറഞ്ഞത്? നമ്മൾ അതുപോലെ ആവരുത്, നമ്മൾ യുണീക്ക് ആവണം. യുണീക്ക് എന്ന് പറഞ്ഞാൽ ബീയിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, ബീയിങ് വൺ സെൽഫ്. നമ്മളാവണം. വി ഷുഡ് ബി അവർ സെൽഫ്സ്. നമ്മളായി മാറണം. യുണീക്ക് ആവാനുള്ള ഒരു ഐഡിയ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ചലഞ്ചാണത്. ദാറ്റ് വി ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ. നമ്മളെക്കൊണ്ട് ആവാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരണം. എങ്ങനെ യുദ്ധം ചെയ്യുക? ഒരൊറ്റ ഹ്യൂമൻ ബീയിങ്ങും സങ്കല്പിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയൊരു യുദ്ധമാണ് നമ്മൾ ചെയ്യേണ്ടത്. വി ഷുഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിങ്. നമ്മുടെ യുദ്ധം ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഏതും വരെ അൺടിൽ വി അറൈവ് അവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. നമ്മളുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? യുദ്ധം നിർത്താൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഈ ഒരു സ്പീച്ചിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ കലാം വാണ്ട്സ് ടു എവരി യൂത്ത് ടു ബി യുണീക്ക്. വാട്ട് ഡസ് ഹി മീൻ ബൈ ബീയിങ് യുണീക്ക്? എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞാലുള്ള ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിച്ചാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ബീയിങ് വൺ സെൽഫ് എന്നാണ്. വി ഷുഡ് നോട്ട് ഫോളോ എനി വൺ ആസ് അവർ മോഡൽസ്. ഓൾ ആർ ബോൺ വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൊട്ടൻഷ്യൽ. വി നീഡ് ടു ഇംപ്രൂവ് അവർ സ്കിൽസ്, കപ്പാസിറ്റീസ് ടു അച്ചീവ് അവർ ഡ്രീംസ്. If we imitate others, we will not become like them.
നമുക്കൊരിക്കലും നമ്മളെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ പോലെ ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് വി ഫീൽ അവേഴ്സെൽവ്സ് ആസ് ഫെയിലർ. ഇഫ് വി ഡെവലപ്പ് അവർ ഓൺ പൊട്ടൻഷ്യാലിറ്റീസ് വി ക്യാൻ സക്സീഡ് ഇൻ അവർ ലൈഫ്. നമ്മളുടെ പൊട്ടൻഷ്യൽസ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക, എന്നിട്ട് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് പഠിക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചതാണ്. അപ്പോൾ യുണീക്ക്നെസ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമെയിൽ അയക്കാൻ ചോദിക്കാം. കലാം ആ കുട്ടിയോട് ഷെയർ ചെയ്ത ഉദാഹരണത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ദ ബോയ് ഹൂ റേസ്ഡ് ഡൗട്ട്സ് റിഗാർഡിംഗ് ഹിസ് ഫെയിലർ അറ്റ് ദി ഇനാഗുറേഷൻ ഓഫ് ശാസ്ത്രയാൻ ഫീൽസ് happy that he got an opportunity to ask question to Dr. APJ Abdul Kalam. He sends an email to his friend expressing his excitement over his achievement. Write the likely email. കാരണം അവൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമെയിലാണ് അയക്കാൻ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ടൈറ്റിൽ എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ ഓഫ് സ്പീച്ച് ഐ വിൽ ഫ്ലൈ. അപ്പോൾ കംപ്ലീറ്റ് പാസേജ് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കംപ്ലീറ്റ് എഴുതി വെക്കേണ്ടി വരും, അതായത് ആ ഒരു സമ്മറി. നെക്സ്റ്റ് ചാപ്റ്റർ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിതിങ്. The quest for a theory of everything is the profile of Stephen Hawking. It was prepared by Kitty Gale Ferguson. It shows how Hawking proved to be uniqueness even while fighting against adversities and limitations. It also reveals how he overcome these disabilities to become the supernova of physics. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു പ്രൊഫൈലാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖരും അതുപോലെ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിലെ പുതിയ പ്രൊഫസറായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തോടു കൂടിയാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രസംഗത്തിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈസ് ദ എൻഡ് ഇൻ ദ സൈറ്റ് ഓഫ് തിയറിറ്റിക്കൽ ഫിസിക്സ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളെ എല്ലാം അമ്പരപ്പിക്കുന്ന രീതിക്കായിരുന്നു ആ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നത്. ഒരു വീൽ ചെയറിലാണ് അദ്ദേഹം ഇരുന്നുണ്ടായിരുന്നത്. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഇതുപോലെ ലെക്ചറുകളൊക്കെ വായിച്ചു കൊടുക്കുകയായിരുന്നു. ഇനി സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലിലേക്ക് കിടക്കാൻ, അദ്ദേഹം ജനിച്ചത് ഹി വാസ് ബോൺ ഓൺ ജനുവരി 8 1942 ഓക്സ്ഫോർഡിലാണ്, ഇംഗ്ലണ്ടിലെ. അദ്ദേഹത്തിൻ്റെ പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബലാണ്. ദേ വെർ നോട്ട് വെൽത്തി ബട്ട് ദേ വാല്യൂഡ് ഇൻ ദ എഡ്യൂക്കേഷൻ, ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷനിൽ ഭയങ്കര വിശ്വാസമായിരുന്നു അവർക്ക്. ആദ്യം തന്നെ അവരുടെ പാരൻസ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സെൻറ്റ് ലാബൻസ് ലോക്കൽ സ്കൂളിൽ ചേർക്കുകയുണ്ടായതിന് കാരണം അവരുടെ ആഗ്രഹം കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നായിരുന്നു. ബട്ട് അറ്റ് ദ ടൈം ഓഫ് ദ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഇൻ ദ പബ്ലിക് സ്കൂൾ, അവിടെ വെസ്റ്റ് മിനിസ്റ്ററിലെ പബ്ലിക് സ്കൂളിൽ ഒരു സ്കോളർഷിപ്പ് എക്സാം നടക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് അസുഖമായിരുന്നു. ഹി കുഡ് നോട്ട് അറ്റൻഡ് ദാറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. മോറോവർ ഹിസ് പാരൻസ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു ദി ഫീ ഓഫ് സ്കൂളിൻ്റെ ഫീസ് അവർക്ക് താങ്ങാനും എന്നതിലപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സെൻറ്റ് ആൽബസ് സ്കൂളിൽ ചേർക്കുന്നത്. ഹി വാണ്ടഡ് ടു ബൈ ദ ടൈം ഹി വാസ് 8 വയസ്സായപ്പോഴേക്കും ആ കുട്ടി സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ബിക്കം സയൻറ്റിസ്റ്റ്. അവൻ്റെ അംബീഷൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ തുടങ്ങി. ഹി വാണ്ടഡ് എ സബ്ജക്ട് ദാറ്റ് ഗിവ് എക്സാക്റ്റ് ആൻസേഴ്സ് ടു ഗെറ്റ് ദി റൂട്ട് ഓഫ് തിങ്സ്. അവൻ്റെ അച്ഛന് ഇഷ്ടം അവനെ ബയോളജി പഠിപ്പിക്കാനായിരുന്നു. പക്ഷേ ഹി ഡി നോട്ട് ലൈക്ക് ബയോളജി. അവൻ ഇഷ്ടമുണ്ടായിരുന്നത് എക്സാക്റ്റ് ആൻസർ കിട്ടുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനായിരുന്നു. ഹി വാസ് ജസ്റ്റ് എൻ ഓർഡിനറി സ്റ്റുഡൻറ്റ്, ഒരു ഇംഗ്ലീഷ് ബോയ് ആയിരുന്നു. ഹി വാസ് സ്ലോ ഇൻ ലേണിംഗ് ആൻഡ് ടു റീഡ്. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് വാസ് വെരി ബാഡ്. പിന്നെ ഹി വാസ് റാങ്ക്ഡ് സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദ ക്ലാസ്സിൻ്റെ പകുതി വരെ അവന് എത്തില്ലായിരുന്നു. ദെൻ 14 ഇയേഴ്സിലാണ് ഹി ഡിസൈഡഡ് ടു സ്റ്റഡി മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. 14-ാമത്തെ വയസ്സിൽ മാത്സും ഫിസിക്സും പഠിക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ 17 ഇയേഴ്സിൽ ഹി വെന്റ് ടു ഓക്സ്ഫോർഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ് ആണ് അവിടെ പഠിക്കാൻ പോകുന്നത് ഫോർ എബൌട്ട് 1 ഇയർ. പക്ഷേ ഓക്സ്ഫോർഡ് ലൈഫ് അദ്ദേഹത്തിന് വളരെയധികം ബോറിങ്ങും അതുപോലെ തന്നെ ലോൺലിനെസ്സും ഫീൽ ചെയ്തിരുന്നു. ബട്ട് by the middle of the second year, he began enjoying Oxford life. He became popular and well accepted by his peers. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഇടയ്ക്കും അതുപോലെ തന്നെ കോളേജിലും അവൻ പോപ്പുലറായിട്ട് മാറി സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കിനും. ദെൻ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് PhD. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhD പഠിക്കാൻ വേണ്ടി അവൻ പുറപ്പെടുകയാണ്. ആ സമയത്താണ് അവന് ഒരു കണ്ടീഷൻ അവിടെ ഉള്ളത്. കാരണം ഇഫ് ഹി ഗെറ്റ് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ് ഹി വിൽ ഗോ ടു കാംബ്രിഡ്ജ്. അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാൽ മാത്രമേ കാംബ്രിഡ്ജിലേക്ക് അവസരം കിട്ടുകയുള്ളൂ. ബട്ട് അദ്ദേഹം അവിടെ ബോർഡർ ലൈനിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഹി ഹാസ് ടു ഫേസ് എൻ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ വളരെ സക്സസ്ഫുൾ ആയിട്ട് റിമാർക്ക് ചെയ്തത് കാരണം തന്നെ ഹി ഗോട്ട് എൻ അഡ്മിഷൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവൻ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു.
ഹീസ് പുവർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ട്രബിൾഡ് ഹിം. അത് അദ്ദേഹത്തെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഹീ ഫൗണ്ട് ജനറൽ റിലേറ്റീവ്ലി എക്സ്ട്രീംലി ടഫായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി. അങ്ങനെ ഡ്യൂറിങ് ദ തേർഡ് ഇയർ ഹി ഹാഡ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് അറ്റ് എ ബാഡ് ബിറ്റ് എ കെയർലെസ്. അദ്ദേഹത്തിന് ചില അവലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 3-ാം വർഷം പഠിക്കുന്ന സമയത്താണ്. ഹി ഹാഡ് എ ഫോളൻ വൺസ് ഓർ ട്വൈസ് ഫോർ നോ അപ്പാരൻറ്റ് റീസൺ. സൂൺ ഹി ഹാഡ് എ ട്രബിൾ ഇൻ ടൈങ് ഹിസ് ഷൂസ് ആൻഡ് ഈ സ്റ്റോക്കിംഗ് ട്രബിളൊക്കെ കണ്ടെത്താൻ തുടങ്ങി. 1963 ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേക്ക് ഹി ഗോട്ട് എ റയർ ഡിസീസ്. ആ ഡിസീസിൻ്റെ പേരാണ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ദർ വാസ് നോ ക്യൂർ. It is caused a gradual integration of the nerve cells in the spinal cord and the brain. He went a deep depression. അത് ഈ ഡിസീസ് ആയതോടുകൂടി തന്നെ അവനാകെ ഡിപ്രസ്ഡായി. ബിഫോർ ഹിസ് കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്. അങ്ങനെ ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹത്തിന് വളരെ ബോറിംഗ് ആയിട്ടാണ് തോന്നിയിരുന്നത്. ദെൻ ആഫ്റ്റർ ദി ഡയഗ്നോസിങ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ദർ വെർ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് അവന് ചെയ്തു തീർക്കാനുണ്ട് എന്നും, പിന്നെ അതുപോലെ ഇഫ് യു വാസ് ഗിവൺ വൺ മോർ ദം ടു ലിവ്. ഡോക്ടർമാർ അദ്ദേഹത്തിന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം 2 വർഷത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന്. അനദർ റിക്കറൻറ്റ് ഡ്രീം ഹീസ് യൂസ്ഡ് ടു ഹാവ് എ റിട്ടേൺ സാക്രിഫൈസിങ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്. മറ്റുള്ളവരെ സാക്രിഫൈസ് ചെയ്യുന്നതിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇഫ് ഹി വാസ് ഗോയിങ് ടു ഡൈ ഹി ഷുഡ് ഡു സം ഗുഡ് തിങ്സ്. അപ്പോൾ ഇപ്പം തന്നെ മരിക്കുകയാണെങ്കിലും അദ്ദേഹം എന്തെങ്കിലും നല്ലത് ചെയ്തു എന്ന് വിചാരിച്ച് മരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ജസ്റ്റ് ബിഫോർ ഹോക്കിംഗ് എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ, പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന കുട്ടിയെ കണ്ടെത്തുന്നത് ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് സെൻറ്റ് ആൽബൻസിലെ. ഷീ തോട്ട് ദാറ്റ് ഹി വാസ് അവൾക്ക് ഹോക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് ഇംപ്രഷൻസ് വരികയാണ്. ഹി വാസ് വെരി ഇൻ്റലിജൻറ്റ്, എക്സെൻട്രിക് ആൻഡ് റാദർ അറഗൻറ്റ്, ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. ഷി വാസ് ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഹോക്കിംഗ് ലൈക്ക്ഡ് ഹെർ ഒപ്റ്റിമിസം. അങ്ങനെ ഹോക്കിങ്ങിന് അവളുടെ ശുഭാപ്തി വിശ്വാസത്തിലും വളരെയധികം ഇഷ്ടമായി, ഇംപ്രസീവായി. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ. അങ്ങനെ 1965 ആയപ്പോഴേക്കിനും വെൻ ഹി വാസ് 23, അദ്ദേഹത്തിന് 23 വയസ്സുള്ളപ്പോഴാണ് ഹി റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ്. അദ്ദേഹത്തിന് കേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫെലോഷിപ്പ് കിട്ടുന്നതും അദ്ദേഹം ജെയിൻ വൈൽഡിനെ മാരി ചെയ്യുന്നതും. അങ്ങനെ ഹോക്കിംഗ് മൂവ്ഡ് അബൌട്ട് ദി യൂണിവേഴ്സിറ്റി വിത്ത് കെയ്ൻ. ഹോക്കിങ്ങിൻ്റെ കൊളീഗ്സൊക്കെ ഒപ്പം പഠിച്ചവരൊക്കെ ആലോചിക്കുന്ന കാര്യമുണ്ട്. 1960കളിൽ അദ്ദേഹം കെയ്ൻ ഉപയോഗിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ വരാന്തയിലൂടെയൊക്കെ നടന്നിരുന്നത് എന്നും, അദ്ദേഹത്തിന് ഡയറിംഗ്ലി ആൻഡ് ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വെൻ ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് സയൻറ്റിസ്റ്റ് സ്പോക്ക്. പ്രശസ്തരായ ശാസ്ത്രജ്ഞരോടൊക്കെ എന്ത് സംശയം ചോദിക്കാനും വളരെയധികം ധൈര്യമായിരുന്നു എന്നും, അദ്ദേഹത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, ഒരു പദവി ഉണ്ടായിരുന്നു. ജീനിയസ് എന്നോ അല്ലെങ്കിൽ അനദർ ഐൻസ്റ്റീൻ എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി കംപ്ലീറ്റഡ് ഹിസ് ഫസ്റ്റ് ഡ്രാഫ്റ്റ്. അദ്ദേഹം ഒരു സംരംഭത്തിനൊരുങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുതാൻ വേണ്ടി. ആ ബുക്കിൻ്റെ പേരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ആ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1984 അതിൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ മേക്ക് എ സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ശാസ്ത്രജ്ഞരല്ലാത്ത ആൾക്കാർക്ക് സയൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലെ ഉദ്ദേശം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെടുന്നതും അദ്ദേഹത്തിൻ്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം നഷ്ടമാവുന്നതും. അങ്ങനെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ട്രക്കിയോറ്റമി ഓപ്പറേഷൻസിന്. ദിസ് വുഡ് റിസൾട്ട് ഇൻ റിമൂവൽ ഓഫ് വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷിക്കാം. ബട്ട് ഹി വുഡ് നെവർ സ്പീക്ക് എഗെയിൻ. പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കില്ല. ഓർ ഈവൻ മേക്ക് എ വോക്കൽ സൗണ്ട്. അങ്ങനെ വിത്ത് റിലക്റ്റൻസ് ജെയിൻ മനസ്സോടെ തന്നെ അതിന് സമ്മതിക്കുകയാണ്, സർജറിക്കൊക്കെ സമ്മതിക്കുകയാണ്. അങ്ങനെ വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് കാലിഫോർണിയയിലുണ്ട്. അദ്ദേഹം ഒരു പ്രോഗ്രാം അയച്ചു കൊടുക്കുന്നുണ്ട്. ഈക്വലൈസർ എന്നാണ് അതിൻ്റെ പേര്. അത് ഹോക്കിങ്ങിന് വേർഡ്സിനെ സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റുഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വിറ്റ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഹി പബ്ലിഷ്ഡ് ഹിസ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. 1988 അത് പബ്ലിഷ് ചെയ്യുന്നത്. ഹോക്കിംഗ് വാസ് ഏബിൾ ടു അച്ചീവ് എവരിതിങ്. അങ്ങനെ ഹോക്കിംഗ് അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി സാധിച്ചു. ഹി ചോസ് ടു ഇഗ്നോർ ഹിസ് ഡിഫിക്കൽറ്റി.
അദ്ദേഹത്തിൻ്റെ ഡിഫിക്കൽറ്റി അദ്ദേഹം അവഗണിക്കുകയും ആൻഡ് ഈ എക്സ്പെക്റ്റഡ് അതേഴ്സ് ടു ഹാവ് സംതിങ് ആറ്റിറ്റ്യൂഡ്, അതേ ആറ്റിറ്റ്യൂഡാണ് മറ്റുള്ളവരും ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഹി ഓവർകം ഓൾ ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ ഷൈനിങ് സ്റ്റാർ ഓഫ് ദി വേൾഡ് ഫിസിക്സ്. അങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിങ് ലോക ഭൗതിക ശാസ്ത്രത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രമായിട്ട് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും ഓവർകം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പദവി വഹിക്കുന്നത്. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊഹസീവ് ഡിവൈസ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരുപാട് കൊഹസീവ് ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാലേ അത് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ടെൻസ്നെസ് ഓഫ് ദി സിറ്റുവേഷൻ ഹോക്കിങ് റിമാർക്കഡ് ഇഫ് ഐ ഡാഷ് ഗോട്ട് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. ആ ഇഫ് ക്ലോസ് വെച്ച് എഴുതാനുള്ളതാണ്. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കാംബ്രിഡ്ജ്. അതുപോലെ തന്നെ വേറെ മോർ ഓവർ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് ഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് തയ്യാറാക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ക്രിപ്ലിംഗ് ഡിസീസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ആ ബുക്ക് റിലീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു സ്പീച്ച് തയ്യാറാക്കാനായിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന, അഡ്വേഴ്സിറ്റീസ് ഇൻ ലൈഫ് കനോട്ട് ഡിഫീറ്റ് എ പേഴ്സൺ ഓഫ് എസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പെർസീവറൻസ്. കമൻറ്റ് ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ വായിച്ചിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡിന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഹോക്കിങ് ജോയിൻറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഇസ് ഫാദേഴ്സ് കോളേജ്, അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നെവേർത്ത്ലെസ്, ഓൾദോ, ബട്ട് എന്നൊക്കെ തന്നിട്ട് ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ മാർച്ച് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തെറ്റി, എഡിറ്റിംഗ് ആയിരുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി റോൾ പ്ലേഡ് ബൈ ജെയിൻ ഹോക്കിങ് ഇൻ ദ ലൈഫ് ഓഫ് സ്റ്റീഫൻ ഹോക്കിങ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫിൽ ജെയിൻ ഹോക്കിങ്ങിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആ റോളിനെ കുറിച്ച് എഴുതാനും. ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ നന്നായിട്ട് ആ ഒരു ഹിസ്റ്ററിയും അദ്ദേഹം എങ്ങനെയാണ് സൂപ്പർനോവ ഫിസിക്സ് ആയത്, അദ്ദേഹത്തിൻ്റെ അസുഖം എങ്ങനെയാണ് അദ്ദേഹം തരണം ചെയ്ത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആൻസർ എഴുതി വയ്ക്കാൻ പറ്റും. ഇനി ഇതിനകത്തുള്ള ഒരു പോയം, യൂണിറ്റ് 1 ലാസ്റ്റ് ഒരു പോയമാണ് ഈഫ്, രുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ഈഫ് എന്ന് പറയുന്ന ഒരു പോയം. ആ ഈഫ് എന്ന് പറയുന്ന പോയത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ, ദ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ടു ബി എ പെർഫെക്റ്റ് മാൻ. ഒരു ഫാദർ മകനെ ഉപദേശിക്കുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. ദ ഫേമസ് ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പോയറ്റ്, നോവലിസ്റ്റ് രുഡ്യാർഡ് കിപ്ലിംഗ് wrote this poem. We find a father advising his son how to become a perfect man. So many conditions have to be fulfilled to become a perfect man. The father asked his son not to lose his head. There are 4 stanzas in this poem. പോയത്തിൽ 4 സ്റ്റാൻസയാണുള്ളത്. ആ 4 സ്റ്റാൻസ ഓഫ് 8 ലൈൻസ് ആണ്. ഓരോ 4 സ്റ്റാൻസയിലും 8 വരികളാണുള്ളത്. ആദ്യത്തേൽ പോയറ്റിൻ്റെ പോയിട്ട് മകനോട് ഉപദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നോട്ട് ടു ലോസ് ഹിസ് ഹെഡ്, ഒരിക്കലും കൺട്രോൾ പോകരുത് എന്ന്, അതായത് സെൽഫ് കോൺഫിഡൻ്റ് ആവണം, കൺട്രോൾ ആവണം. എപ്പോൾ വെൻ അതേഴ്സ് അറൗണ്ട് അസ് ബീങ് ലോസ്റ്റ് ദെയേഴ്സ്, മറ്റുള്ള ഇതിൻ്റെ ചുറ്റും നിൽക്കുന്നവർ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവർ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിലും യു ഷുഡ് കീപ് കാം, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ അഡ്വൈസസ് ഹിം ടു ട്രസ്റ്റ് ഹിംസെൽഫ്, ടു ബിലീവ് ഹിംസെൽഫ് എന്ന് പറയുന്നുണ്ട്. വെൻ ഓൾ പീപ്പിൾ ആർ ഡൗട്ടിങ് യു, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിലും അല്ലെങ്കിൽ സംശയിക്കുകയാണെങ്കിലും ബ്ലെയിം ചെയ്യുകയാണെങ്കിലും യു ബിലീവ് യുവർ സെൽഫ്. ആൻഡ് ഷീ ഷുഡ് വെയിറ്റ് ആൻഡ് ഷുഡ് നോട്ട് ബി ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. അതുപോലെ തന്നെ വെൻ പീപ്പിൾ ടെൽ ഹിം ലൈ ഹി ഷുഡ് നോട്ട് ഫോളോ ദെയർ എക്സാമ്പിൾ, നുണ പറയുന്നവരുടെ എക്സാമ്പിൾ ആക്കരുത് എന്ന് പറയുന്നുണ്ട്. പീപ്പിൾ മേ ഹെയ്റ്റ് ഹിം ബട്ട് ഹി ഷുഡ് നോട്ട് ഹെയ്റ്റ് ദം, ജനങ്ങൾ അവനെ വെറുത്തോട്ടെ പക്ഷെ അവൻ അവരെയും വെറുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഹി ഷുഡ് നോട്ട് ട്രൈ ടു ലുക്ക് ആൻഡ് ടു ഗുഡ്, ഒരിക്കലും നമ്മൾ ഷോ ഓഫ് കാണിക്കരുതെന്ന് പറയാണ്. അതുപോലെ ഡ്രീംസ്, അതുപോലെ തന്നെ തോട്ടിനെ കുറിച്ച് പറയാണ്. ഹി ഷുഡ് ഡ്രീം ബട്ട് ഷുഡ് നോട്ട് മേക്ക് എ ഡ്രീം ആസ് ഹിസ് മാസ്റ്റർ. He should think, he should not make a thoughts his aim. He should view success and failure are equally. പിന്നെ അതുപോലെ അവനോട് കാണാൻ പറഞ്ഞ സക്സസിനെയും ഫെയിലറേയും ഈക്വലായിട്ട് കാണണം. ഈവൻ വെൻ ദ റിസൾട്ട് ഓഫ് ഹിസ്
ഹാർഡ് വർക്ക് ആർ ഡിസ്ട്രോയിഡ് ഹി ഷുഡ് നോട്ട് ബി ഡെസ്പറേറ്റ്. ഇനി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൻ്റെ വിജയങ്ങളൊക്കെ പോയാലും ഹി ഷുഡ് നോട്ട് ബി ഡെസ്പറേറ്റ് ഓർ ഡിസപ്പോയിൻറ്റഡ്. ഹി ഷുഡ് ബി റെഡി ടു ബിൽഡ് ദം അപ്പ് എഗെയിൻ. വീണ്ടും അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ പഠിക്കണം എന്ന് പറയാണ്. ഹി ഷുഡ് നോട്ട് ടെൽ അതേഴ്സ് അബൌട്ട് ഹിസ് ലോസസ് എനി കംപ്ലൈൻറ്റ്. ഹി ഷുഡ് കീപ് ടോക്കിംഗ് വിത്ത് അതുപോലെ തന്നെ ജനങ്ങളോട് സംസാരിക്കേണ്ട മാനേഴ്സിനെ കുറിച്ച് പറയാണ്. ഹി ഷുഡ് കീപ് ടോക്കിംഗ് വിത്ത് ക്രൗഡിനോട് സംസാരിക്കാം ബട്ട് മെയിൻറ്റെയിൻ ഹിസ് വെർച്യു. അതുപോലെ ഹി ക്യാൻ വാക്ക് വിത്ത് കിങ്സ്. ഹി ഷുഡ് നോട്ട് ലോസ് കോമൺ ടച്ച്. Neither his friends nor his enemies should be able to hurt him. All men should be able to receive his help. He should forgive people who have offended him. If he can do all these things, earth and everything in it will be his. അതാണ് പറയുന്നത്. കാരണം ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി അവൻ്റേതാകും. അതുപോലെ തന്നെ യു വിൽ ബി എ പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തിൽ ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റഫേഴ്സ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെറ്റഫേഴ്സും പേഴ്സോണിഫിക്കേഷനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഏതൊക്കെ നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫിഗർ ഓഫ് സ്പീച്ചസ് ഏതൊക്കെയാണെന്ന് വായിച്ച് നോക്കുക. മെറ്റഫർ, അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ, പിന്നെ സിംബൽസ്, ഇത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രീംസ് ആസ് മേക്ക് യുവർ മാസ്റ്റർ എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ. അതുപോലെ തന്നെ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. വിൽ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷനുണ്ട് അടുത്തത്. പിന്നെ സിംബൽസ് ആണ് കിങ്, അതുപോലെ തന്നെ ക്രൗഡ്, കോമൺ ടച്ച് എന്നൊക്കെ പറയുന്നതിൽ സിംബൽസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എലാബറേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. ഏതെങ്കിലും 4 ലൈൻ തന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്യാൻ ആ കണ്ടൻറ്റ് വായിച്ച് നോക്കിയാൽ തന്നെ ഒരു മീനിങ് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതിനെ വാട്ട് ഈസ് ദ ഐഡിയ കൺവേ ഇൻ ദീസ് ലൈൻസ് എന്നുള്ളത്. അതിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ അതും എടുത്തെഴുതുക. എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്, എന്ന് വായിച്ചു നോക്കുക. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു ആൻഡ് വാക്ക് വിത്ത് കിങ്സ് നോർ ലോസ് കോമൺ ടച്ച്. ഇതിൻ്റെ എലാബറേഷനാണ് തന്നിട്ടുള്ളത്. അതുപോലെ നെയ്വിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഡിസോണസ്റ്റ് മേനെയാണ് നെയ്വ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കിങ് എന്ന് പറഞ്ഞാൽ ഹൈ പീപ്പിൾ ഇൻ സൊസൈറ്റി. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പീപ്പിളാണ്. അതുപോലെ അൺഫോർഗിവിങ് മിനിറ്റ് എന്ന് പറയുന്നതിൽ ഫിഗർ ഓഫ് സ്പീച്ചാണ്. മെറ്റഫോറിക്കൽ എക്സ്പ്രഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റഫറാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ യൂണിറ്റ് 1 നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.